കതിർ ചിഹ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഞാൻ ആ പാട്ട് തന്നെ എനിക്ക് സ്റ്റേജിൽ വന്നിട്ട് റിസൈറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എന്താ പറയുക ഓപ്ഷൻ അല്ലെങ്കിൽ എനിക്ക് ആ സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുവരെ ഞാൻ സ്റ്റേജിൽ പോയിട്ടില്ല. 4th സ്റ്റാൻഡേർഡ് ആയപ്പോൾ നമ്മൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ സോ ബ്ലെസ്ഡ് വിത്ത് അമേസിങ് ടീച്ചേഴ്സ്. അങ്ങനെ സ്ലോലി ലൈക്ക് എൻ്റെ പാരൻസ്, എൻ്റെ ഉമ്മക്ക് ഭയങ്കര സ്പീക്കിംഗ് ഭയങ്കര ലൈക്ക് എഴുതിയൊക്കെ തരുമായിരുന്നു നോട്ട്സൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പോയിക്കോളും. പക്ഷേ 2 ടൈപ്സ് ഓഫ് സ്പീക്കിംഗ് ഉണ്ടായിരുന്നു അന്നൊക്കെ, ലൈക്ക് എലക്യൂഷൻ, എക്സ്റ്റംപോർ. ഞാൻ എലക്യൂഷനിൽ അടിപൊളിയാണ്, ലൈക്ക് നമ്മൾ എഴുതിയിട്ട് കാണാതൊക്കെ പഠിക്കാനൊക്കെ നമ്മളൊക്കെ എക്സ്പേർട്ട് ആണല്ലോ. പക്ഷെ ഓൺ ദ സ്പോട്ടിൽ ആ ടൈമിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇറ്റ്സ് ലൈക്ക് എ ചലഞ്ചിങ് വൺ. അപ്പോൾ ചലഞ്ചിങ് വൺ ആയിരുന്നു. ഇപ്പോൾ ലൈക്ക് ലൈല മാം ആൻഡ് റസിന മാം വിക്ടോറിയ ജൂ ഹബിൽ വരുമ്പോൾ അടിപൊളിയായിട്ട് വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എനർജൈസ് എന്തെങ്കിലും നമുക്ക് ഒരു ട്രെയിനറിന് വേണ്ട ഐസ് ബ്രേക്കേഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ ലൈക്ക് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞുതരാൻ, ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ സോ ബ്ലെസ്ഡ് വിത്ത് അമേസിങ് സോൾസ് ലൈല മാം ആൻഡ് റസീന മാം. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ കുറേ ലൈക്ക് നമ്മൾ വീട്ടിനുള്ളിൽ നമുക്ക് കുറേ സ്ത്രീകൾക്ക് പുറത്തേക്ക് ചാടാൻ, ലൈക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് ലൈക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ പാഷൻ എക്സിബിറ്റ് ചെയ്യാനും ലൈക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. ദാറ്റ്സ് എ guarantee. Thank you so much, Laila ma'am and Rasina ma'am. Thank you so much.